खलीफा के हम हैं खलीफा हमारा, वो दिल है हमारा, आका हमारा। हमारा हमारा खलीफा हमारा, वो दिल है हमारा, आका हमारा, वो दिल है हमारा, आका हमारा। അസ്സലാമു അലൈക്കും. ദിസ് വീക്ക് വിത്ത് ഹുസൂർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. തിങ്കളാഴ്ച ആദർ ഖലീഫത്ത് മസീഹ് അൽ ഖാമി സയ്യിദ് ബിൻ അസീസ് USA ഖുദ്ദ മെമ്പർമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ പ്രസിദ്ധ ഭാഗങ്ങളാണ് എന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. തിങ്കളാഴ്ച USA വിർജീനിയയിലെ ഖാദിമിങ്ങൾക്ക് അത് ഖലീഫത്ത് മസീഹ് ഖാമി സയ്യിദ് ബിൻ അസീസുമായി കൂടിക്കാഴ്ച നടത്താൻ അവസരം ലഭിച്ചു. ഇസ്ലാമാബാദിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാൻ ഖാദിമിങ്ങൾ യാത്ര ചെയ്താണ് വന്നത്. കൂടിക്കാഴ്ചയിൽ എല്ലാ ഖാദിമിങ്ങൾക്കും തങ്ങളെ ഹുസൂറിനെ പരിചയപ്പെടുത്താനും തങ്ങളുടെ മതത്തെയും സമകാലീന സംഭവങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ മാർഗദർശനം നേടാൻ അവസരം ലഭിച്ചു. എൻ്റെ ചോദ്യം ഇതാണ്: പലരും പറയാറുണ്ട് അവർക്ക് നല്ലവരും ധാർമ്മികരുമാവാൻ മതത്തിൻ്റെ ആവശ്യമില്ല എന്ന്. പ്രിയ ഹുസൂർ, ഇത് എന്തുകൊണ്ട് ശരിയല്ല എന്നും യഥാർത്ഥ മാർഗത്തിൽ നിലനിൽക്കാൻ ഒരാൾക്ക് മതം എന്തുകൊണ്ട് അനിവാര്യമാണെന്നും വിവരിക്കാമോ? ഇതിനെ സംബന്ധിച്ച് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ധാർമ്മിക ഗുണങ്ങളുള്ള ആളുകൾ അവർ മതത്തിൻ്റെ ആൾക്കാരാവണമെന്നില്ല. മനസ്സിലായോ? ഒരുപാട് ആൾക്കാർ ക്ലെയിം ചെയ്യാറുണ്ട് മുസ്ലിങ്ങൾ, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നുള്ളത്. എന്നാൽ അവരെന്താ ചെയ്യുന്നത്? അവരുടെ ധാർമ്മികത ഒരിക്കലും ശരിയാവാറില്ല. എന്നാൽ നിരീശ്വരവാദികൾ വളരെ നല്ല ധാർമ്മികത പ്രദർശിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ യഥാർത്ഥ സംഗതി എന്താ വെച്ചാൽ ഇത് മതത്തിൻ്റെ കുറ്റമല്ല. ഓരോ നബിയും ലോകത്ത് വന്നിട്ടുള്ള നബിയും ധാർമ്മികത അത് പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് കോമൺ ആയിട്ടുള്ള സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തെ എങ്ങനെ മനസ്സിലാക്കുക, നല്ല ധാർമ്മിക സ്വഭാവത്തോടു കൂടിയിട്ട് പെരുമാറുക. മൂസാ നബിയുടെയും അതുപോലെ മറ്റ് നബി സ്വല്ലല്ലാഹു തിരുമേനിയുടെയും അതുപോലെ തന്നെ എല്ലാവരുടെയും അധ്യാപനം എന്ന് പറയുന്നത് ധാർമ്മികതയാണ്. എല്ലാ നബിമാരും ധാർമ്മികത പഠിപ്പിച്ചിട്ടുണ്ട്. മതത്തിൽ നിന്നാണ് ധാർമ്മികത വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ധാർമ്മികത അത് മതത്തിൽ നിന്നാണ് വന്നത്. പിന്നീട് അവർ വേറെ വാസ്തവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ധാർമ്മികതയുള്ള ആളുകൾ ജനിക്കാറുണ്ട്. അവർ മതത്തിൽ വിശ്വസിക്കാത്തവരുണ്ട്. എന്നാൽ അള്ളാഹു പറയുന്നു, നിങ്ങൾ എന്നെ വിശ്വസിക്കുകയും ധാർമ്മികത പ്രദർശിപ്പിക്കുകയും ചെയ്താൽ, നല്ല ധാർമ്മികത പ്രദർശിപ്പിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതാണ്. ഒരുപാട് ഇരട്ടിയായി ഞാൻ നൽകുന്നതാണ്. മനിഫോൾഡ് റിവാർഡ് നൽകുന്നതാണ്. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, വിശുദ്ധ ഖുർആനിൽ പറയുന്നു, മതത്തിൽ വിശ്വസിക്കുകയും പ്രത്യക്ഷത്തിൽ നമസ്കരിക്കുകയും ചെയ്യുന്നവരുണ്ട്. എന്നാൽ അവർ ദരിദ്രരുടെ അവകാശങ്ങൾ നൽകുന്നില്ലെങ്കിൽ, സത്യം പറയുന്നില്ല എങ്കിൽ, അവർ കലഹങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ, മറ്റുള്ളവരുടെ അവകാശങ്ങൾ അവർ ധ്വംസിക്കുകയാണെങ്കിൽ, ഞാൻ അവരുടെ നമസ്കാരം ഒരിക്കലും സ്വീകരിക്കുന്നതല്ല, അവരെ നരകത്തിൽ ഞാൻ തള്ളിവിടുന്നതാണ്. അള്ളാഹു സ്വയം തന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. വെറും മതം വിശ്വസിക്കുക എന്നുള്ളത് വിശ്വസിച്ചാൽ മാത്രം പോരാ, ധാർമ്മികതയും പ്രദർശിപ്പിക്കണം, നല്ല സ്വഭാവങ്ങളും പ്രകടിപ്പിക്കണം. അള്ളാഹുവിൻ്റെ കടമകളുണ്ട്, ദാസരുടെ കടമകളുണ്ട്, അത് നിങ്ങൾ നിർവഹിക്കുക. നിങ്ങളത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങൾ പിന്നെ സ്വീകരിക്കപ്പെടുന്നതല്ല. അതുകൊണ്ട് മതമാണ് നമ്മളെ മോശപ്പെടുത്തിയത്, മതമല്ല ശരിക്കും മോശപ്പെടുത്തിയത്. അവരുടെ മതമാണ്, മതത്തിലെ ഈ ധാർമ്മികതയാണ് നിങ്ങളുടെ ഉള്ളിൽ ഈ ധാർമ്മികത ഉണ്ടാക്കിയെടുത്തത്. എന്നാൽ നിങ്ങൾ മതത്തെ ഒഴിവാക്കിക്കൊണ്ട് അതിൽ ധാർമ്മികത സ്വീകരിക്കുകയാണ് ചെയ്തത്. എന്നാൽ മതത്തിൽ വിശ്വസിക്കുകയും ധാർമ്മികത പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. അവർക്ക് അള്ളാഹു, നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ലോകത്തിന് ശേഷം ഒരു ശാശ്വത ജീവിതമുള്ളൊരു പരലോകമുണ്ട്. അവിടെ എത്തിക്കൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്ക് അങ്ങനെ ലഭിക്കുന്നതല്ല. കാരണം നിങ്ങൾ അള്ളാഹു വിശ്വസിക്കുന്നില്ല. നമ്മൾ ആ പരലോക ജീവിതത്തിലാണ് നമ്മൾ കൂടുതൽ വിശ്വസിക്കുന്നത്. ഇവിടെ 180 വർഷം നമ്മൾ ഇവിടുന്ന് കടന്നു പോകും. ജമ്മി കാർട്ടർ 100ാമത്തെ വയസ്സിൽ മരിച്ചതല്ലോ. അതുകൊണ്ട് കുറച്ച് ആൾക്കാർ 100 വയസ്സ് വരെയൊക്കെ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ 80-90 വയസ്സ്
റേഞ്ചിലാണ് പോകുന്നത്. അതായത് അടുത്ത പരലോകത്ത് ചെന്ന് അള്ളാഹു പ്രതിഫലം നൽകുന്നത്. ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, ധാർമ്മികത വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് മതത്തോടൊപ്പം തന്നെ നല്ല സ്വഭാവങ്ങളും പ്രകടിപ്പിക്കാൻ അനിവാര്യമാണ്. അള്ളാഹു പറയുന്നു, നിങ്ങൾ വെറും നിസ്കാരം മാത്രമാണെങ്കിൽ നിസ്കാരം നിങ്ങളുടെ മുഖത്തെറിയുന്നതാണ്. അവരോട് പറയുക, എന്നാണ് പറയുന്നത്, നമസ്കരിക്കുന്നവർക്ക് മാത്രം അള്ളാഹു പുറത്തു കൊടുക്കുന്നു. ഇല്ല, നിങ്ങൾ നല്ല രീതിയിൽ നല്ല സ്വഭാവം കാണിച്ചാൽ നിങ്ങൾക്കും അള്ളാഹു മാലിക്കാണ്. അവൻ ജഡ്ജല്ല, അവൻ മാലിക്കാണ്. അവന് ഒരു നീതിമാൻ മാത്രമല്ല, അവൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ അവൻ്റെ ഇഷ്ടപ്രകാരം അവൻ ആർക്കും പുറത്തു കൊടുക്കാവുന്നതുമാണ്. പ്രിയ ഹുസൂർ, എൻ്റെ ചോദ്യം ഇതാണ്: നമ്മുടെ അടുത്ത ബന്ധുക്കൾ അഹമ്മദികൾ അല്ലെങ്കിൽ നമ്മുടെ ചുമതലകൾ എന്തെല്ലാമാണ്? ദുആ ചെയ്യുന്നതോടൊപ്പം നാം എങ്ങനെ അവരെ അഹമ്മദിയത്തിൻ്റെ സത്യത്തെ സംബന്ധിച്ച് അതിനെ സ്വീകരിക്കാൻ അവരെ കാര്യം ബോധ്യപ്പെടുത്തും? എന്താണെന്ന് വെച്ചാൽ, മതത്തിൽ ഒരു തരത്തിൽ നിർബന്ധവുമില്ല, ഒരു കമ്പൾഷനും ഇല്ലല്ലോ. അഹമ്മദി അത് രക്തബന്ധത്തിലെ ആളുകൾ അവരെ നല്ല ബന്ധം പുലർത്തുന്നുണ്ടെങ്കിൽ നിങ്ങളെ നല്ലതാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ. ചില ആളുകൾ ബോയ്ക്കോട്ട് ചെയ്യുന്ന ബന്ധുക്കൾ വരെ ഉണ്ട്. അവർ നമുക്കെതിരെ സംസാരിക്കുന്നവരുണ്ട്, ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. എന്നാൽ നീയുമായി ബന്ധപ്പെടുന്ന ബന്ധുക്കൾ അവരുടെ പ്രകൃതം നല്ലതായതുകൊണ്ടാണ്. മനസ്സിലായോ? അതുകൊണ്ട് അവരുടെ സുഹൃത്ബന്ധം പുലർത്തുക, ഇസ്ലാമിൻ്റെ അധ്യാപനം അനുസരിച്ച് അവരെ നല്ല സ്വഭാവം കാണിച്ചുകൊണ്ട്, ധാർമ്മികമായ സൽഗുണങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട്, അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവർക്ക് സേവനം ചെയ്യുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അവർ കാണുമ്പോൾ നിങ്ങളുടെ ബിഹേവിയർ എന്താണ്, നിങ്ങളുടെ പെരുമാറ്റം എന്താണ്, മനോഭാവം എന്താണ്, അവരുടെ ഹൃദയത്തിൽ സ്വയം തന്നെ അവരുടെ മനസ്സിൽ ഇവർ നല്ലതാണെന്നുള്ള ചിന്ത ഉണ്ടാവും. അങ്ങനെ ഒരു സമയം വരും, അള്ളാഹു അവരുടെ ഹൃദയങ്ങളും തുറന്നു കൊടുക്കുന്നതായിരിക്കും. അള്ളാഹു പറഞ്ഞിട്ടില്ല മുസ്ലിങ്ങളോട് മാത്രം നിങ്ങൾ രക്തബന്ധം പുലർത്തണമെന്നല്ല. അള്ളാഹു പറയുന്നു, നിങ്ങൾ ബ്ലഡ് റിലേഷനുമായി ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അത് ആരാണെങ്കിലും നിങ്ങളിങ്ങനെ ചെയ്യുന്ന നല്ലൊരു സ്വാധീനം അത് ഉളവാക്കുന്നതാണ്. അങ്ങനെ സമാധാനവും ശാന്തിയും പ്രചരിക്കുന്നതായിരിക്കും. ഇങ്ങനെ ഒരു സമയം വരുമ്പോൾ അള്ളാഹു അവർക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അഹമ്മദ് സ്വീകരിക്കണമെന്ന്, ഇസ്ലാം സ്വീകരിക്കണമെന്ന്, നിങ്ങൾ അങ്ങനെ അള്ളാഹു പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിൽ നമസ്കാരം വളരെ നിർബന്ധ കാര്യമാണ് എന്ന് ഹുസൂർ മുന്നേ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ ചോദ്യം ഇതാണ്: നമസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനും അലസത ഉണ്ടാകുമ്പോൾ നമസ്കാരത്തിലേക്ക് ശ്രദ്ധ തിരിക്കാനും വല്ല രീതിയോ മാർഗമോ ഉണ്ടോ? സംഗതി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആഗ്രഹം ഉണ്ടാകുന്നതുകൊണ്ടാണല്ലോ. എന്തുകൊണ്ട് നമ്മൾ നമസ്കരിക്കുന്നു? സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ടില്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഒരു ടാർഗറ്റ്, നമ്മൾ മനുഷ്യന് കാര്യം ചെയ്യുന്ന ടാർഗറ്റ് നേടാൻ വേണ്ടിയിരിക്കുന്നു. പിന്നൊന്ന് ആരുടെ സ്നേഹം ഉണ്ടെങ്കിൽ ആ സ്നേഹം പ്രാപിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നമ്മുടെ മാതാപിതാക്കൾ കാര്യം നമ്മൾ കേൾക്കുന്നത് അവരുടെ പൈസ വാങ്ങാനും അവരുടെ വസ്ത്രം വാങ്ങാനല്ലോ. അല്ലെങ്കിൽ അവരെ നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ അവർക്ക് ഭക്ഷണം തന്നുകൊണ്ടിരിക്കും. നമുക്ക് മാതാവിൻ്റെ സ്നേഹമല്ലേ, ഉപ്പാനോട് സ്നേഹമുണ്ട്. നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ് അവർ. അതുകൊണ്ടല്ല നമ്മൾ അവരെ സ്നേഹിക്കുന്നത്. അള്ളാഹു പറയുന്നു, എന്നോടുള്ള സ്നേഹം അവരെക്കാൾ കൂടുതൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുക എന്നാണ് അള്ളാഹു പറയുന്നത്. മാതാപിതാക്കളെക്കാൾ കൂടുതൽ സ്നേഹം അള്ളാഹുവിനോട് ഉണ്ടായിരിക്കണം. അള്ളാഹുവിനോട് ആ സ്നേഹം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അവൻ ആരാധിക്കുന്നതാണ്. പിന്നെ ആരാധനയ്ക്കുള്ള ചിന്ത വരും. അപ്പോൾ നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി ശ്രദ്ധ ഉണ്ടാവുന്നതാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു, ജിന്നിനെയും ഇൻസിനെയും ഞാൻ ഇബാദത്തിന് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇബാദത്തുകൊണ്ട് എനിക്ക് പ്രയോജനമൊന്നുമില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. നിങ്ങൾക്കാണ് പ്രയോജനമെന്നാണ് പറയുന്നത്. ഞാനെന്തെങ്കിലും ഗുണം ഇതുകൊണ്ട് തേടുന്നില്ല എന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹു പറയുന്നത് ഇതിൻ്റെ ബെനിഫിറ്റ് അത് നിങ്ങൾക്ക് തന്നെയാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. അത് മനസ്സിലായോ? പിന്നീട് അള്ളാഹു നിങ്ങൾക്ക് റിവാർഡ് തരും, പ്രതിഫലം നൽകും. നിങ്ങളുടെ ചെറിയ പരിശ്രമം കൊണ്ട് കൂടുതൽ നല്ല മികച്ച റിസൾട്ട് അത് നൽകുന്നതാണ്. അതുകൂടാതെ പരലോകത്തും പ്രതിഫലങ്ങൾ. ഈ ഒരു ഹൃദയത്തിൽ ഈ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ, അതായത് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു, ഈ നിയമത്തുകൾ തന്നിരിക്കൂ, എനിക്ക് മാതാപിതാക്കൾ തന്നു, എനിക്ക് തൗഫീക്ക് നൽകി, എൻ്റെ ചിലവുകൾ വായിക്കാൻ, അതുപോലെ തന്നെ എനിക്ക് പഠിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചു, അതുപോലെ തന്നെ എനിക്ക് ഡ്രസ്സും, അതുപോലെ തന്നെ ഇവിടെ അമേരിക്കയിൽ നിന്ന് പഠിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചു.
നല്ല ജോലി ഞാൻ ചെയ്യുന്നുണ്ട്, എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഞാൻ അള്ളാഹുവിനെ ശുക്ർ ചെയ്യണം, നന്ദി പ്രകടിപ്പിക്കണം, അങ്ങനെ അള്ളാഹു നന്ദി കാണിക്കുമ്പോൾ അള്ളാഹു കൂടുതൽ വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ ആരാണോ മനുഷ്യൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നത്, നമ്മൾ അത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അള്ളാഹ് പറയുന്നു, എന്നോട് നന്ദി കാണിക്കുന്ന 5 നേരം എൻ്റെ അടുക്കലേക്ക് വരേണ്ടി വരും, നിങ്ങൾ വരൂ, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഈ നിയമത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ, ഈ ഒരു രീതി നമ്മുടെ മനസ്സിനെ നമ്മൾ കൊണ്ടുവരുമ്പോൾ, അതായത് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടതാണ്. അള്ളാഹുവിനോട് ഇങ്ങനെ സ്നേഹം ഉണ്ടാകുമ്പോൾ ഈ ആരാധന ഉണ്ടാവും. ഇത് നമ്മുടെ ഫർളായിട്ട് നമ്മൾ തലകുത്തി മറിഞ്ഞു പോവുകയാണെങ്കിൽ അള്ളാഹു ഒന്നും ഗവനിക്കുന്നതല്ല. അള്ളാഹു പറയുന്ന വിശുദ്ധ ആരാണ് നമസ്കാരത്തിൻ്റെ ഹക്ക് പൂർത്തിയാക്കാത്തത്, അതിലെഴുതിയിരിക്കുന്ന അവർ അലസമായിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നു. അതായത് ഉമ്മാനെ കാണിക്കാൻ വേണ്ടിയിട്ട്, ഉപ്പാനെ കാണിക്കാൻ വേണ്ടിയിട്ട് നിസ്കരിക്കുന്നു. ഹുദാമുലാമുദിയ പറഞ്ഞു മീറ്റിംഗ് ഉണ്ട്, അവിടെ വരണം, അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമസ്കരിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ജുമ ചെയ്യാൻ നിർബന്ധിതന. അതായത് അപ്പോൾ ആദ്യം ഹൃദയത്തിൽ സ്നേഹം ഉണ്ടാക്കിയെടുക്കുക, അപ്പോഴാണ് നമസ്കാരത്തിൻ്റെ ആനന്ദ രസം ലഭിക്കുകയുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് അള്ളാഹ് പറയുന്നു, മാതാപിതാക്കൾ കൂടുതൽ സ്നേഹം ഉണ്ടാക്കിയെടുക്കുക, എന്നോട് ഉണ്ടാക്കുക എന്നുള്ള. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ കൂടുതൽ ചെയ്യുക, നമസ്കാരത്തിന് ദുആ ചെയ്യുക, അള്ളാഹുവിന് ഇന്നുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിൽ അങ്കുരിപ്പിക്കണമേ എന്നത്. അപ്പോഴാണ് ശരിയായ മുഅ്മിനായ ഒരാളായിത്തീരുന്നത്. മനസ്സിലായോ? ജസാക്കല്ലാഹു ഹുസൂർ. എൻ്റെ ചോദ്യം ഇതാണ്: പാശ്ചാത്യ ലോകത്ത് ഇപ്പോഴുള്ള അവസ്ഥ കണ്ടുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ വസിക്കുന്ന മുസ്ലിങ്ങൾ ബുദ്ധിമുട്ടിലാകുമെന്നും പാശ്ചാത്യ ലോകത്ത് നമ്മുടെ സ്വാതന്ത്ര്യം ധ്വംസിക്കപ്പെടുമെന്നും ഹുസൂറിന് തോന്നുന്നുണ്ടോ? ഇത് സംബന്ധിച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണ്, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം പുരോഗമിക്കുകയാണെങ്കിൽ ജമാഅത്ത് അഹമ്മദിയ മുഖേനയായിരിക്കും ആ പുരോഗതി ഉണ്ടാവുക. അതുകൊണ്ട് ജമാഅത്തിന് ഒരുപാട് ഭീഷണിയുണ്ട്. ഒരു കാലം വരുന്നതായിരിക്കും ഇസ്ലാമിനെതിരെ, ജമാഅത്തിനെതിരെ, പ്രത്യേകിച്ച് ജമാഅത്തിനെതിരെ ചില ആളുകൾ എതിർക്കുന്നതായിരിക്കും. അതിൽ ആ ശത്രുത വളരെയധികം വർദ്ധിക്കുന്നതായിരിക്കും. അതിനു മുമ്പ് നിങ്ങൾ വല്ല വിപ്ലവം ഉണ്ടാക്കുകയാണെങ്കിൽ വേറെ കാര്യം. അതുകൊണ്ട് ഈ വളരെ വ്യക്തമായ സംഗതിയാണ്, പുരോഗതി ഉണ്ടാകുമ്പോൾ ശത്രുതയും കൂടും. ഇവിടെയും വെസ്റ്റിലും ഇവിടെ പാശ്ചാത്യ ലോകത്തും ഇവിടെ ശത്രുത ഉണ്ടാകും. ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യും, ഇവർക്ക് അറിയുന്നുണ്ടോ, ഇവരുടെ മനസ്സിലുണ്ട് ഇത് ഇവർ ഖിലാഫത്തിന് എന്തെങ്കിലും ദോഷം വരുന്ന ഇവർ ശ്രമിക്കുന്നതായിരിക്കും. അതിന് ഒരുപാട് രീതിയിൽ ഇവർക്ക് ജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാനുള്ള ഇവരുടെ എതിർപ്പ് നടത്താനുള്ള ഇവരുടെ ഒരു പ്രത്യേക രീതികളുണ്ട്. അമേരിക്കയിൽ ഒരുപാട് അവരെന്താ ചെയ്യുന്നത് പറയാൻ പറ്റില്ല, അത് അള്ളാഹുവിനെ ശരിക്കും അറിയുകയുള്ളൂ. എന്നാലും അതിനു മുമ്പ് നമ്മുടെ ശ്രമം നന്നായി തീരുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, നമ്മളെ ദുആ ശരി രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നമ്മെ രക്ഷിച്ചേക്കാം. അതുകൊണ്ട് നമ്മൾ ശ്രമിക്കാം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ സന്ദേശം ഇപ്പോഴേ നമ്മൾ എത്തിക്കേണ്ടതാണ്, എല്ലാ സ്ഥലത്തും എത്തിക്കേണ്ടതാണ് നമ്മുടെ സന്ദേശം. 45,000 ഫലസ്തീനികൾ മരിച്ചപ്പോൾ യഹൂദികളിൽ നിന്നും ഈ ക്രിസ്ത്യാനികളിൽ നിന്നും നിരീശ്വരവാദികളൊക്കെ അതിനെതിരെ ശബ്ദം ഉയർത്തി, ഈ അക്രമം നടക്കുന്നത്, ഈ നരഹത്യ നടക്കുന്നത് എന്നത്, ഇത് ഇസ്രായേലിനെതിരെ ആദ്യം ഒരു സംസാരിക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ ഇങ്ങനെ 45,000 ആൾക്കാർ മരിച്ചതിന് ശേഷമാണ് കുട്ടികൾ 70% കുട്ടികൾ മരിച്ചപ്പോഴാണ് ഇവർ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഇത്ര അക്രമം ഇസ്ലാമിനെതിരെ നടന്നപ്പോൾ ആൾക്കാർ മരിക്കാൻ തുടങ്ങുമ്പോൾ അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഇത് സംഭവിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ തബ്ലീഗ് ചെയ്യുക, ഈ രാജ്യങ്ങളിൽ നമ്മൾ ജമാഅത്തിനെ പരിചയപ്പെടുത്തുക. ഇന്ന് 15-20 വർഷം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 10% ജനസംഖ്യയിലെ 10% ആൾക്കാർക്ക് നമ്മൾ സന്ദേശം എത്തിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ വിർജീനിയയിൽ തന്നെ അവിടെ താമസിക്കുന്നത്, അവിടെ തന്നെ 2% ആൾക്കാർക്കും ചിലപ്പോൾ അഹമ്മദികൾ ആരാണെന്ന് അറിയുന്നുണ്ടാവുള്ളൂ. മസ്ജിദ് മുബാറക്കുകൾ നിർമ്മിച്ചു, അതുപോലെ തന്നെ മറ്റു പള്ളികളുണ്ടാക്കി, ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചു. നിങ്ങൾ അയൽവാസികളെ വിളിക്കാറുണ്ട് ഫംഗ്ഷനുകളിൽ, എന്നാൽ എത്ര ആൾക്കാർക്ക് നിങ്ങളറിയാം. അതുകൊണ്ട് ഇതുണ്ടാകും. എന്നാൽ ഈ ശത്രുതയ്ക്ക് മുമ്പ് നമ്മുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ മെഷേഴ്സ് നമുക്ക് എടുക്കാൻ സാധിക്കുക, അത് നമ്മൾ ചിന്തിക്കണം. അത് നമ്മൾ പരിചയപ്പെടുത്തുക,
മുമ്പേ തന്നെ പറയാം, നമ്മൾ ശാന്തി ആഗ്രഹിക്കുന്നവരാണ്. നമുക്ക് മറ്റൊരു അജണ്ടയും നമുക്കില്ല. അള്ളാഹുവിനെ തിരിച്ചറിയുന്ന മാത്രം ലക്ഷ്യം നമുക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഭരണം നമുക്ക് ആഗ്രഹമേ ഇല്ല. ഇതാണല്ലോ ഇവർക്കുണ്ടായ ഒരു പേടി നമ്മളെ കുറിച്ചിട്ടുള്ളത്. നമ്മളെ ഭരണത്തിൽ വല്ല നമ്മുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു, ഭരണത്തിൽ അവകാശം ഈ ഒരു പേടി അവർക്കുണ്ടാവുക. അവരോട് പറയുക നമ്മളെ മതമാണ് തബ്ലീഗ് ചെയ്യുന്നത്. അവർ തിരിച്ചറിയുമ്പോൾ ഈ ശത്രുത ഒരു പരിധി വരെ ഇല്ലാതാവും. ഏതായാലും ശത്രുത, ആ വിദ്വേഷം അതുണ്ടാവും ഒരു സമയത്ത്. അത് ജമാഅത്തിൻ്റെ പുരോഗതി ഉണ്ടാവും. ഇതും ജമാഅത്തിൻ്റെ അത് തബ്ലീഗ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ശത്രുത കൂടുന്നതായിരിക്കും. ഇപ്പോൾ അവർ വിചാരിക്കുന്നത് ഇവർ പാകിസ്ഥാനിൽ കുറച്ച് ആൾക്കാരാണ് അഹമ്മദികൾ സ്വീകരിച്ചത്, വൈറ്റ് അമേരിക്സ് 1-2 ആൾക്കാരൊക്കെ ഉള്ളൂ, ഏഷ്യൻസ് കുറച്ച് ആൾക്കാരുണ്ട്, അത്രേ ഉള്ളൂ എന്നായിരിക്കും വിചാരിക്കുന്നത്. അവർ ചെറിയൊരു സംഘമാണ് ഇവർ എന്ന് എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഇവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, ഇവർ ഖിലാഫത്തിലാണ് നടക്കുന്നത്. ഇവർക്കൊരു ഒരു മർക്കസ് ഉണ്ട്. ആ മർക്കസ് അനുസരിച്ച് ഇവർ നടക്കുന്നത്. അതുകൊണ്ട് മർക്കസിനെ നമുക്ക് പിടിക്കേണ്ടതുണ്ട്. ഈ ഒരു ചിന്ത അവർക്ക് ഉണ്ടാവുമല്ലോ. ഈ ലൗകികരായ ആളുകൾക്ക് അവർ വളരെ ദീർഘദൃഷ്ടിയുള്ളവർക്കും ഇന്ന് 30 വർഷത്തിന് ശേഷം ഉള്ള ഒരു പ്ലാനിങ് ഇവർ ചെയ്യുന്നത്. അപ്പം നമ്മളും അതുപോലെ പ്ലാനിങ് ചെയ്യേണ്ടതുണ്ട്. ദമ്പതികൾ തമ്മിലുള്ള ചില അനീതികൾ, ഉദാഹരണത്തിന് ഒരാളെ ചീത്ത വിളിക്കുന്നത് പലപ്പോഴും ഗൗനിക്കപ്പെടാറില്ല, പക്ഷെ അവ എന്നേക്കുമായി ദൂഷ്യഫലം ഉണ്ടാക്കുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, ഒരാൾ എങ്ങനെ അതിനെ നേരിടണം? അങ്ങനെ ഒരു വ്യക്തിയെ ജമാഅത്തിന് എങ്ങനെ സഹായിക്കാനാകും? പേഴ്സൺ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹസ്ബൻഡ് വൈഫാണോ? കൂടുതൽ കേസസ് ഉണ്ടാവുന്നത് ഈ പ്രശ്നങ്ങൾ അബ്യൂസൊക്കെ ഉണ്ടാവും. ഭാര്യ വരുന്നു, ഭർത്താവ് ചെയ്തു, ഭർത്താവ് വരുന്നു, ഭാര്യ ചെയ്യുന്നു. അതിന് ജമാഅത്ത്, അതിനാണ് ഇസ്ലാം കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. ഉദ്ദേശം എന്ന് വെച്ചാൽ പരസ്പരമുള്ള അവരെ സുല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ലജനകളും അവരുടെ റൈറ്റ്സുകൾ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പരം ഈ ദമ്പതികളിൽ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്? അവർ രണ്ടുപേരും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ, പെർഫെക്റ്റ് ആരും ഇല്ലല്ലോ, ആർക്കും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ദൗർബല്യങ്ങൾ എല്ലാവർക്കും ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂനതകൾ. അതുകൊണ്ട് നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ നാവും നമ്മൾ അടച്ചു വെക്കുകയാണെങ്കിൽ നമ്മൾ വളരെ സന്തോഷത്തിലായിരിക്കും. നമ്മളിങ്ങനെ ന്യൂനതകളിങ്ങനെ തേടിപ്പോവുകയാണെങ്കിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. ജമാഅത്തിൻ്റെ ഇസ്ലാമിക കമ്മിറ്റികളുണ്ട്. ശരിയായ മുഅ്മിനാണെങ്കിൽ, അവർ കടമകൾ നിർവഹിക്കുന്നവനാണെങ്കിൽ പിന്നെ അവർ അടിപിടി കൂടില്ലല്ലോ. അതൊരിക്കലും നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കരുത്. ഭാര്യയും ചിന്തിക്കേണ്ടത് ഭർത്താവിൻ്റെ കടമ നിർവഹിക്കണമെന്നുള്ളതാണ്. അതൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ, പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഉണ്ടാവുകയാണ് വേണ്ടത്. അവർ ചിന്തിക്കുമ്പോൾ അതിൻ്റെ പ്രശ്നത്തിനുള്ള കാരണം എന്താണെന്ന് ചിന്തിക്കുമ്പോൾ അത് പരീക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കാനും വേണ്ടത്. അത് അവർക്ക് ശരിക്കും മനസ്സിലാക്കുന്ന ജമാഅത്തിൻ്റെ അടുത്ത് വരുമ്പോൾ അവർ മുഴുവൻ കാര്യങ്ങൾ പറയാറുമില്ല. അതിൻ്റെ ഭാര്യ പറയാറില്ല എൻ്റെ പ്രശ്നം ഇതാണെന്ന് പറയാറില്ല. ഭാര്യ പറയാ ഭർത്താവ് ഇങ്ങനെയുള്ളതാണ് പറഞ്ഞുള്ള പരസ്പരം അവർ ആരോപണം ഉന്നയിക്കാറാണ് പതിവ്. ഈ സംഗതികൾ ഇത് പിന്നെ കേസായിത്തീരും. പിന്നെ അതിങ്ങനെ കേസായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നു. ഒന്നാമത്തത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെ തഖ്വ അള്ളാഹു ദൈവഭയം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ എല്ലാം ശരിയായി തീരുന്നതാണ്. ജമാഅത്തിൻ്റെ ഇസ്ലാമിക് കമ്മിറ്റിക്കും പ്രവർത്തിക്കാവുന്നതാണ്. ഇക്കാര്യത്തിൽ ലജനകൾക്കും അതുപോലെ തന്നെ ഖുദാമുലമദിയൊക്കെ അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. മനസ്സിലായോ? ഇസ്ലാം സ്വന്തം അവകാശങ്ങൾ എടുക്കാൻ വേണ്ടി മാത്രമല്ല ഇസ്ലാം പറയുന്നത്, അവർക്ക് അവകാശങ്ങൾ കൊടുക്കുകയും വേണം എന്ന് ഇസ്ലാം പറയുന്നുണ്ട്. അപ്പം അങ്ങനെ മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതല്ല. എൻ്റെ ചോദ്യം ഇതാണ്, ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സ്ഥിരമായി ചെല്ലാറുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും ദുആ ഉണ്ടോ? ഒരുപാട് ദുആകളുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടേത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സമയങ്ങളിൽ ചെല്ലാറുണ്ടായിരുന്നു. അതിൽ ഒന്ന് ദുരൂദ് ഷരീഫാണ്, സലാത്താണ്. മസീഹ് പറഞ്ഞ് കൂടുതലായിട്ട് സ്വലാത്ത് ചെല്ലുക. നബി അള്ളാഹുവിൽ വരെ എത്താൻ സാധിക്കും സ്വലാത്ത് മുഖേന. ഇതിനെ തന്നെ അത് മസീഹ് സ്വലാത്തു വസ്സലാം വളരെ വിശദീകരിച്ച് സദസ്സിൽ പറയുകയുണ്ടായിട്ടുണ്ട്. മുഫ്തി മുഹമ്മദ് സാദിഖ് സാഹിബ് പറയുകയുണ്ടായി, ഞാൻ എല്ലാ നമസ്കാരത്തിലും ഞാൻ ദുരൂദ് ഷരീഫ് സ്വലാത്ത് ചെല്ലുന്നതായിരിക്കും. അത് മസീഹ് സ്വലാത്തു വസ്സലാം സ്വയം തന്നെ
ഞാൻ ഉദാഹരണം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രസംഗത്തിൽ അള്ളാഹു അവരുടെ മലക്കുകൾ ഒരുമിച്ച് കൊണ്ട് പറഞ്ഞു, ഇദ്ദേഹത്തിന് ഈ സ്ഥാനം ലഭിച്ചത് ഇദ്ദേഹം റസൂലിനെ എത്രമാത്രം സ്നേഹിക്കുന്നു വെച്ചാൽ ഒരുപാട് സ്വലാത്ത് ചെല്ലാറുണ്ടായിരുന്നത്. ഈ ഇതിലൂടെയാണ് മസീഹ് മൗഊദ് എല്ലാം ലഭിച്ചത്, ഈ സ്വലാത്തിലൂടെ, സ്വലാത്ത് ചെല്ലുന്നതിലൂടെ. ഒരുപാട് ദുആകളുണ്ട്, സമയാസമയങ്ങൾ മസീഹ് മൗഊദ് ചൊല്ലാറുണ്ടായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടി പറയുകയാണ്, വാസ്തവം ഹൃദയത്തിൽ നിന്നുള്ള ദുആ ഹൃദയത്തിൽ നിന്നുണ്ടാവണം. അതുകൊണ്ട് സുന്നത്ത് ദുആകൾ ബർക്കത്തുകൾ പ്രാപിക്കാൻ വേണ്ടി ചെയ്യുക. എന്നാൽ സ്വന്തം ഭാഷയിൽ ചെയ്യുന്ന ദുആകളാണ്, അതാണ് കൂടുതൽ സ്വാധീനം ചെലുക്കുക ഹൃദയത്തിൽ. അത് നമ്മുടെ ഉള്ളിലൊരു ആവേശം അത് സംജാതമാക്കും. ഹൃദയത്തിൽ നിന്ന് വരുന്ന ദുആകൾ അല്ലാഹുവിലേക്ക് എത്തുന്നതാണ്. ഷോർട്ട് കട്ടില്ല. പീർ സാഹിബ് പറഞ്ഞു, ഈ ദുആ ചെയ്താൽ നിങ്ങൾ മാപ്പാക്കപ്പെടും. അങ്ങനത്തെ ദുആകളൊന്നും പ്രയോജനം ചെയ്യുന്നതല്ല. ആദ്യം നമ്മൾ ഒരു അവസ്ഥ, 5 നേരം നിസ്കരിച്ചു കൊണ്ടുവരാൻ അവസ്ഥ അപ്പോൾ നമുക്ക് ആ ദുആ നമുക്ക് പ്രയോജനം. ആ മുലാഖാത്ത് കൺക്ലൂഡ് ചെയ്യപ്പെട്ടു. ഗിഫ്റ്റ് നൽകിക്കൊണ്ട് ഹുസൂർ തിരുമനസ് അതിന് കൺക്ലൂഡ് ചെയ്തു പരിപാടിയെ. ഇതായിരുന്നു മുലാഖാത്തിൻ്റെ ഹൈലൈറ്റ്സുകൾ. തിങ്കളാഴ്ച നടന്ന അതിൻ്റെ ജുമാ ഖുതുബയുടെ ഭാഗമാണ് ഇനിയുള്ളത്. ഹുസൂർ 68-ാം വർഷം വഖഫ് ജദീദിൻ്റെ പ്രഖ്യാപിച്ചു. അതിൻ്റെ അവസാനത്തിൽ ഹുസൂർ തിരുമനസ് അഹമ്മദികളോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തു. നിങ്ങൾ ദുആ ചെയ്യുക. 2025 വർഷം ജമാഅത്തിന് വളരെ അനുഗ്രഹപൂർണ്ണമായ വർഷമായിട്ട് അള്ളാഹു ജമാഅത്തിനെ എല്ലാ ഷെറിൽ നിന്ന് സംരക്ഷിക്കുമാറാകട്ടെ. പാകിസ്ഥാനിൽ ഒരുപാട് ഉഗ്രവാദികൾ, അവരുടെ സംഘങ്ങൾ, അവർ പലതരത്തിൽ ആവേശത്തിൽ വരുന്നു. ജമാഅത്തിന് നിയമത്തിൻ്റെ സഹായത്താൽ പലതരത്തിൽ ജമാഅത്തിന് ദോഷം വരുത്താൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ ഖബർസ്ഥാന് സുരക്ഷിതമല്ല, വീട് സുരക്ഷിതമല്ല. അള്ളാഹു ഈ അക്രമികൾ പിടികൂടാനുള്ള ഏർപ്പാട് ചെയ്യുമാട്ടെ. അഹമ്മദികളെ സംരക്ഷിക്കുമാറാകട്ടെ. റബ്വായിലും ഇവർ നോട്ടമിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹും അവരെ സംരക്ഷിക്കുമാറാകട്ടെ. സ്വലാത്തും മറ്റ് ദുആകളിലേക്കും ഞാൻ ശ്രദ്ധ തിരിച്ചിരുന്നു കുറച്ച് കാലം മുമ്പ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ അഹമ്മദികൾ ശ്രദ്ധിക്കുക. ബാക്കി അഹമ്മദ് അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ അഹമ്മദികൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അവരെ ഉഗ്രവാദികളുടെ ഷറിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സിറിയയിലും പുതിയ ഭരണകൂടം വന്നിട്ടുണ്ട്. അള്ളാഹു അവിടെയും അഹമ്മദികളെ എല്ലാ തരത്തിലുള്ള ഷറിൽ നിന്ന് സംരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലെ ആഫ്രിക്കയിലെ രാജ്യങ്ങളെ എല്ലാ സ്ഥലത്തും അഹമ്മദികളെ അള്ളാഹു തൻ്റെ സംരക്ഷണത്തിൽ വെക്കുമാറാകട്ടെ. എല്ലാ അഹമ്മദിനും ഫർളാണ് ഇതിന് സ്വയം ദുആ ചെയ്യുക എന്നുള്ളത്. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടും സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ടും പാകിസ്ഥാനിലും വേണ്ടിയിട്ടും ദുആ. അതുപോലെ ലോകത്തിൻ്റെ പൊതു അവസ്ഥ, അതിൻ്റെ പൊതു നല്ല അവസ്ഥ നന്നായി തീരാൻ വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു അതിനെ ആക്രമിക്കപ്പെട്ട ഓരോ ആൾക്കും സുരക്ഷിത. അതുപോലെ തന്നെ പൊതുവത്സരത്തിൽ ആഘോഷിക്കാറുണ്ട് ആളുകൾ, പടക്കം പൊട്ടിക്കുന്നു, അതുപോലെ തന്നെ പൂത്തിരി കത്തിക്കാറൊക്കെ ഉണ്ട്. എല്ലാവരും തങ്ങളുടെ മാത്രം സന്തോഷമാണ് നോക്കുന്നത്. മറ്റുള്ളവരുടെ വേദന അവർ മനസ്സിലാക്കുന്നില്ല. ഈ ദരിദ്ര സമൂഹങ്ങളുടെ മേലെ ഈ ശക്തരായ സമൂഹം അവരുടെ അവകാശങ്ങൾ ധ്വംസിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഇവരെ പിടികൂടുന്ന ഏർപ്പാട് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് ലോകത്ത് സ്ഥാപിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുമാറാകട്ടെ. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ.